ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ കേക്ക് കടയിൽ നിന്ന് മേടിക്കാൻ നല്ലതല്ലേ. ഞാനിവിടെ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് മിലോയുടെ റോയൽ മിൽക്ക് കോമ്പൗണ്ടാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം. എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് വെറും മിൽക്ക് കോമ്പൗണ്ട് മാത്രം എടുക്കുമ്പോഴാണ്. ആ മിൽക്ക് കോമ്പൗണ്ടിൽ നിന്ന് ഒരു പീസ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്ത് അതിന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ച് ഡബിൾ ബോയിൽ ചെയ്യും. ഡബിൾ ബോയിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിലേക്ക് ഒരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ്. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നന്നായി തിളച്ച വെള്ളത്തിൽ വെച്ചിട്ട് വേണം ഡബിൾ ബോയിൽ ചെയ്യാം. ഞാൻ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് വെള്ളം അധികം തിളച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ കണ്ടോ പിന്നെ ഡബിൾ ബോയിൽ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ആയത്, ഫ്ലോപ്പായിരുന്നു. പിന്നെ അതൊന്നും കൂടി നന്നായി വെള്ളം തിളച്ചിട്ട് വെച്ചപ്പോൾ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി വന്നു. ഈ ഒരു ടെസ്റ്ററിലാണ് നമുക്ക് ചോക്ലേറ്റ് കിട്ടേണ്ടത്. ഇനി ഈ ചോക്ലേറ്റ് നമുക്ക് ഒരു മോൾഡിലേക്ക് മാറ്റാം. ഈ മോൾഡിലേക്ക് മാറ്റും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിലിക്കണിൻ്റെ മോൾഡ് എടുക്കണം. പ്ലെയിൻ മോൾഡോ ഏതായാലും കുഴപ്പമില്ല, അത് എടുക്കണം. ഞാൻ ഈ മോൾഡിൽ ജസ്റ്റ് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് വേഫർ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി വേഫർ ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ തന്നെ ബിസ്ക്കറ്റ് ആയാലും മതി, ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. അത് ക്രഷ് ചെയ്ത് അടിയിലിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് സെൻറ്ററിൽ ബിസ്ക്കറ്റോ വേഫർ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്ത് ബാക്കി മേലെയും ചോക്ലേറ്റ് ആക്കി കൊടുക്കാം. ഞാൻ ഇട്ടത് അടിയിലായിട്ടാണ്. എന്നിട്ട് നമ്മളതിന് മേലെ ചോക്ലേറ്റ് ഒഴിച്ച് എൻ്റെ കൈ ഒന്ന് ചൂടാകുന്നുണ്ട്. ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. എന്നിട്ട് നമ്മൾ അത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് മുന്നേ ഇത് നന്നായി അതിൻ്റെ ഇപ്പം നമ്മൾ സ്റ്റാറാണല്ലോ എടുത്തത്, അപ്പോൾ അതിൽ നന്നായി ക്ലീനാക്കി കൊടുത്ത് അതിന് ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇനി ഓവർനൈറ്റ് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ല ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തെടുത്തപ്പോൾ. ഇനി ഇത് നമ്മൾ മോൾഡിൽ നിന്ന് അടർത്തി മാറ്റണം. നമ്മൾ പതുക്കെ പതുക്കെ എടുത്ത് മാറ്റുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ അടിയിലിട്ടിട്ടുള്ള ക്രിസ്പിനെസ് അവിടെ തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്, മക്കൾക്ക് നന്നായി ഇഷ്ടമാവും. കാരണം ചോക്ലേറ്റും പിന്നെ ചെറിയൊരു ക്രിസ്പിനെസ്സും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണിത്. മക്കൾക്ക് ഹോം മെയ്ഡ് അല്ലേ, വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യും. ഇതുപോലത്തെ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ.